ഉത്തരവാദിത്തമായ വനസംരക്ഷണം, അതുപോലെ വന്യമൃഗങ്ങൾ കൃഷിഭൂമികളിലേക്ക് കടന്നു കയറുന്ന സാഹചര്യം ഒഴിവാകുക, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് വനപാലകരുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന യാതൊരു നിയമ വ്യവസ്ഥകളും ഈ ഭേദഗതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഞങ്ങളെ ആശങ്കപ്പെടുത്തിയിരുന്ന കാര്യമാണ്. ഈ രണ്ട് പ്രതിസന്ധികളെക്കുറിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷവും ആശ്വാസവും പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ തലവും അങ്ങനെ വന്നതിന് ശേഷമാണ് സർക്കാർ ഇത് പുനഃപരിശോധിച്ചതെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ വിലയിരുത്തുന്നു. തീർച്ചയായും ജനവികാരങ്ങൾ ഒരു നിയമത്തിനെതിരായി വരുമ്പോൾ ആ ജനവികാരത്തെ സർക്കാർ മനസ്സിലാക്കുകയും വേണ്ടത്ര ഗൗരവത്തോടെ അതിനെ സമീപിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ നിലപാടായിട്ട് ഇതിനെ വിലയിരുത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. തീർച്ചയായും ഈ കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും ഈ വനഭേദഗതി നിയമം പിൻവലിച്ചതോടെ അവസാനിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇപ്പോഴും ബഫർ സോണിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. വന്യമൃഗങ്ങളുടെ വിളയാട്ടം കൃഷിഭൂമിയിൽ മാത്രമല്ല മനുഷ്യജീവന് നേരെയും ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. വന അതിർത്തിയെയും കൃഷിഭൂമിയെയും കൃത്യമായി വേർതിരിക്കുന്ന ആനമതിൽ, ഹാങ്ങിങ് ഫെൻസുകൾ തുടങ്ങിയ വിവിധങ്ങളായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വന്യമൃഗങ്ങൾ കൃഷിഭൂമിയിലേക്ക് കടന്നു കയറുന്നതും അതുപോലെ മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്നതുമായ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സത്വര നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത്. പിൻവലിക്കുന്നത് വൈകി എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. കാരണം ഈ നിയമസഭയിൽ അവതരിപ്പിച്ച് ഭേദഗതി ചെയ്യുമ്പോഴാണ് അത് ജനദ്രോഹപരമായ നിയമമായി പരിണമിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. നിയമസഭയിൽ അത് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അത് പിൻവലിച്ചു എന്ന് പറയുമ്പോൾ വൈകി എന്ന വിചാരം ഞങ്ങൾക്കില്ല. ഈ രാഷ്ട്രീയ തിരിച്ചടികൾ ഒരു പ്രതിരോധം മറികടക്കുന്നതിനപ്പുറത്തേക്ക് ഈ തീരുമാനത്തിൽ സർക്കാർ എത്രത്തോളം ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ട് എന്നാണ് സർക്കാരിൻ്റെ ആത്മാർത്ഥതയെ സംശയിക്കാൻ പോരുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല. കർഷകർ ഉന്നയിച്ച രണ്ട് ആവശ്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് കർഷകരുടെ ഒപ്പം നിൽക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നു എന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ അത് മുഖവിലയ്ക്കെടുക്കാൻ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. ശരി, വനനിയമ ഭേദഗതിയെ ഉപേക്ഷിച്ച സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് സഭാ നേതൃത്വം. മാർ ജോസഫ് പാംബ്ലാനി മാധ്യമങ്ങളോട് അക്കാര്യം വിശദീകരിക്കുകയായിരുന്നു. ജനരോഷം ഉയർന്നു വന്നു, അതിനെ തുടർന്ന് അത് കേട്ടു, സർക്കാർ അത് കേട്ടു എന്നുള്ള നിലയിലാണ് സഭാ നേതൃത്വം അതിനെ കാണുന്നത്. സർക്കാരിൻ്റെ തീരുമാനം അത് സ്വാഗതം ചെയ്യുന്നുവെന്നും മാർ ജോസഫ് പാംബ്ലാനി വ്യക്തമാക്കി.